അതെ, എന്താണ് ഈ ചൂലും കൊണ്ട് ഇങ്ങനെ ഈ ഉച്ചയ്ക്ക്? ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് സംരംഭം നടത്തി തകർന്നു പോകുന്ന ആളുകളുണ്ട്. അതിലൊരാളാണ് ഞാനും. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് സംരംഭകരെല്ലാം ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. സംരംഭകരെല്ലാവരെയും അകറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിനെതിരെ ഒരു പോരാട്ടം നടത്തുകയാണ്. അതായത് നമ്മുടെ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും കണ്ണു തുറക്കണം. ജനങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ഇനി ഒരു മാറ്റം ഉണ്ടാവത്തുള്ളൂ. നമ്മുടെ നാട്ടിലെ യുവാക്കളായാലും യുവതികളായിക്കോട്ടെ അന്യരാജ്യത്ത് പോകുന്ന ആ ഒരു അവസ്ഥ, അതായത് നമ്മുടെ അധ്വാനത്തിന് വില കിട്ടാത്തതിൽ പ്രതിഷേധമായിട്ടാണ് ഈ ചൂല് വിറ്റ് ഞാൻ എൻ്റെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതെന്താണ് ഈ യാത്ര കൊണ്ട് ശരിക്കും പറഞ്ഞാൽ വല്ല പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇപ്പം നിങ്ങളടക്കം എൻ്റെ മുന്നിൽ വന്നില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ മാധ്യമങ്ങളും ഏറ്റവും കൂടുതൽ നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നൂറുകണക്കിന് ആയിരക്കണക്കിന് സംരംഭങ്ങളാണ് ദിനം പ്രതി പൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സംരംഭങ്ങളും ഓരോ നാടിൻ്റെ അസറ്റാണ്. അതിനെ ഇങ്ങനെ ഉന്മൂലനം ചെയ്ത് വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാടിനെ എഴുതി കൊടുക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പം അതിനൊരു മാറ്റം കൊണ്ടുവരണം. അതിനുവേണ്ടി ഞാൻ എന്നാലാവുന്നത് ഞാൻ ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ കടവൂരാണ്. യുവ സംരംഭകർ, കേരളത്തിലെ യുവ സംരംഭകർ നേരിടുന്ന സാമ്പത്തികമായിട്ടുള്ളതും സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നല്ല വൃത്തിയായിട്ട് തന്നെ പഠിച്ച് അതിനെ അപഗ്രഥിച്ച് മനസ്സിലാക്കിയ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ കൂടെയുണ്ട്. ഈ ചെറുപ്പക്കാരൻ ഇന്ന് ഇവിടുത്തെ ഗവൺമെന്റിനും ഇവിടുത്തെ യുവ സംരംഭകരോട് ഗവൺമെന്റ് കാണിക്കുന്ന നയങ്ങൾക്കും എതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായിട്ടുള്ള സംരംഭക യാത്ര സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആ യാത്ര ഇങ്ങനെയാണ്. ചൂലുകൊണ്ടാണ് അദ്ദേഹം പ്രതിഷേധിക്കുന്നത്. എന്തുകൊണ്ടാണ് ചൂലുമായി ഈ യുവാവ് പുറത്തേക്ക് ഇറങ്ങിയത്? എന്തുകൊണ്ടാണ് ഈ പൊരിവെയിലത്ത് ഈ യുവാവ് ഇത്തരമൊരു സംരംഭക യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ യാത്രയുടെ ഉദ്ദേശം എന്താണ്? അതാണ് ഈ യുവാവ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. എന്നോടൊപ്പം ഉള്ളത് അജിത്താണ്. അജിത്തിനെ എല്ലാവർക്കും ഇതിനോടകം അറിയാം. ഒരുപാട് വ്യവസായ സംരംഭങ്ങൾ, അതോടൊപ്പം ഒരുപാട് പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കിയിരുന്ന, എന്നാൽ ഇന്ന് സാമ്പത്തികമായും മാനസികമായും ഒക്കെ തന്നെ തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന ഒരു യുവാവാണ്. അത് പറയുമ്പോൾ സങ്കടമുണ്ട്. അജിത്ത്, നമസ്കാരം. അജിത്ത്, നമസ്കാരം. അജിത്ത്, ഈ ഒരു യാത്രയുടെ ഉദ്ദേശം എന്താണ്? എന്തുകൊണ്ടാണ് ഈ ചൂലും കൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ പൊരി വെയിലത്ത് നിൽക്കേണ്ട സാഹചര്യം? ഇത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ നാട്ടിൽ ഒരു സംരംഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. ഒരുപാട് സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി. ഒരു സംരംഭം വരുമ്പോൾ അയാളോ അയാളുടെ കുടുംബം മാത്രമല്ല ജീവിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഉപ്പുവിട്ട് കർപ്പൂരം എന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോ ഓഫീസിലും ടാക്സ് ആയിട്ടും നമ്മൾ അതോടൊപ്പം തന്നെ ലൈസൻസിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ പല രീതിയിൽ നമ്മളെ കൊണ്ട് നാടിനും അതോടൊപ്പം നമ്മുടെ ഗവൺമെന്റിനും പ്രയോജനം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈവൻ ഈ സംരംഭങ്ങൾ പല കാരണം കൊണ്ട് തകർന്നു പോകുമ്പോൾ അവരുടെ കുടുംബം പോലും അവരോടൊപ്പം ഉണ്ടാക്കാതെ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ഓരോ സംരംഭങ്ങളും ദിനം പ്രതി പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലൊരു അവസ്ഥയിലേക്കാണ് ദിനം പ്രതി നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം. ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ ദിനം പ്രതി പൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴും ഏകദേശം ഗവൺമെന്റ് കണക്ക് പ്രകാരം 5 ലക്ഷത്തോളം സ്ഥാപനങ്ങൾ പൂട്ടി. ഏകദേശം 50 ലക്ഷം പേരെ നേരിട്ടോ അല്ലാതെയോ ബാധിക്കുന്ന ഈ ഒരു കാര്യത്തിന് ഏകദേശം നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 3.5 കോടി ജനങ്ങളാണ്. 50 ലക്ഷം പേരോളം വിദേശത്തുണ്ട്. ഒരു 50 ലക്ഷം പേരോളം പ്രായമായ ആളുണ്ട്. ബാക്കി വരുന്ന ഏകദേശം 2.5 കോടി ജനങ്ങളേ ഉള്ളൂ. ഈ 2.5 കോടി ജനങ്ങളിൽ ഏകദേശം 1/3 ആളുകളെ നേരിട്ട് ബാധിച്ച ഒരു പ്രശ്നത്തിന് നമ്മുടെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരും തന്നെ മുന്നിട്ടിറങ്ങിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു മാറ്റം വേണം, അനിവാര്യമാണ്. ഓരോ സംരംഭകരും നമ്മുടെ നാട്ടിലേക്ക് വരുന്നതും ഒട്ടനവധി പ്രതീക്ഷകളുമായിട്ടാണ്. പക്ഷേ അങ്ങനെ ഉണ്ടായിട്ട് പോലും ഇവരെ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും തുടച്ചു നീക്കപ്പെടുന്നു? ഒരു സംരംഭകന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് അവൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ നാട്ടിൽ നിന്നും അല്ലെങ്കിൽ വീട്ടിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാലഘട്ടം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥ നമുക്ക് പറ്റത്തില്ല. നമുക്കറിയാം, മലയാളികൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്നല്ല വിദേശ രാജ്യങ്ങളിൽ പോലും അവരുടെ കഴിവുകൾ തെളിയിക്കുന്ന ആളുകളാണ്. നമുക്ക് വേണ്ടി ഒട്ടനവധി ആളുകൾ നമ്മളെ തേടി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ട് പോലും സ്വന്തം നാട്ടിൽ സ്വന്തം മണ്ണിൽ എന്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല? നമ്മുടെ ഓരോ സംരംഭം നമുക്കിന്ന് അറിയാൻ പറ്റും. ഓരോ ടൗണുകളിലും നമ്മൾ എത്തുമ്പോൾ 100 കണക്കിന് സ്ഥാപനങ്ങളാണ് ദിനം പ്രതി പൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരക്കാരുടെ ഭീമമായ ഒരു നഷ്ടമുണ്ടായിട്ടും അല്ലെ ഇത്രയോ ആൾക്കാരെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടും നമ്മുടെ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥരോ ആരും അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നില്ല. ഇന്ന് പല രാജ്യങ്ങളിലും നമുക്കറിയാം, നമ്മൾ തമിഴ്മാരെ പാണ്ഡ്യകൾ എന്ന് വിളിച്ച് കളിയായിക്കൊണ്ടിരുന്നു. ഇന്ന് അവരവിടെ നിൽക്കുന്നു. ഒരു 40 വർഷത്തോളം മുന്നിട്ട് പോയി, നമ്മളൊരു 50 വർഷത്തോളം പിന്നോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ന് നമുക്ക് മനസ്സിലായി, നമ്മുടെ ഗവൺമെന്റ് പറയുന്നു 1.5 ലക്ഷം കോടി രൂപയോളം മറ്റു പല വിദേശ കമ്പനികളും നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്തുകൊണ്ട് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു? നമ്മുടെ നാട്ടിലെ ചെറുതും വലുതുമായിട്ടുള്ള സംരംഭങ്ങളെ ഒരുപോലെ ഉന്മൂലനം ചെയ്തുകൊണ്ട് വൻകിട കോർപ്പറേറ്റുകൾക്ക് മാത്രം എഴുതി കൊടുക്കുന്ന ഒരു
രീതിയിലേക്ക് മാറുന്നു. വെറും ഈ മാളുകളിൽ അറിയാൻ പറ്റും 5000 മുതൽ 15000-നും 12000-നും ജോലി ചെയ്യുന്ന ആളുകളാണ് നാട്ടിലുള്ളത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കേണ്ട ആളുകളല്ല ഇന്ന് മലയാളികൾ എന്ന് പറഞ്ഞാൽ. വെറും റേഷൻ കിറ്റിനും അതോടൊപ്പം തന്നെ 1500 രൂപ പെൻഷനും വേണ്ടി തെണ്ടിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് മഴവെള്ളത്തെയും കൊറോണയെയും അതുപോലെയുള്ള കാലങ്ങളിൽ വരുന്നതായിട്ടുള്ള എല്ലാ ഭീമമായ ആ ഒരു രീതിയിൽ അങ്ങനെയുള്ള നഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് കാതോർത്തിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മളെ തെണ്ടിച്ച് കാശ് മേടിക്കാൻ വേണ്ടിയിട്ട്. മലയാളികൾ എന്നും ചങ്കൂറ്റത്തോടെ നിന്നുകൊണ്ടിരുന്ന ആ ഒരു നാട് ഇന്ന് നമ്മൾ വെറും ലോകം മൊത്തം ഭിക്ഷാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറണം. നമ്മൾ ജനപ്രതിനിധികൾ മാറണം, നമ്മളെ ഉദ്യോഗസ്ഥർ മാറണം. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കൊണ്ട് മാത്രം നശിച്ചു പോയ ഒരു നാടാണ് നമ്മുടെ നാട്. അപ്പം നമുക്കിത് ഇവരെ മൊത്തത്തിൽ മാറ്റാൻ പറ്റത്തില്ല. നമ്മൾ ഓരോരുത്തരും മാറുകയും അതോടൊപ്പം തന്നെ ഇവരെ നമ്മൾ മാറ്റപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തുന്നത്. ഓക്കെ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കടവൂരിന്റെ മണ്ണിലും തന്നെ ഒരുപാട് യുവ സംരംഭകരുള്ള മണ്ണായിരുന്നു. ഇവർക്കൊക്കെ തന്നെ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. ഇവർക്കൊക്കെ തന്നെ മക്കളുണ്ടായിരുന്നു. ആ മക്കളുടെയൊക്കെ തന്നെ പ്രതീക്ഷകൾ അസ്തമിച്ചവർ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഈ ഒരു ഞങ്ങളിവിടെ ഈ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുമ്പോൾ തന്നെ ഒരുപാട് ചെറുപ്പക്കാർ ഞങ്ങളെ ഇവിടെ സമീപിച്ചിരുന്നു. ഈ ചെറുപ്പക്കാരൊക്കെ തന്നെ നഷ്ടത്തിന്റെ വക്കിൽ ജോലി ചെയ്തവരാണ്. അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ മുന്നോട്ട് നിൽക്കുന്നവരാണ്. അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരാണ് ഈ നാട് വിട്ട് മറ്റു നാടുകളിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്നത്. എന്നാൽ നമുക്കിവിടെ സമ്പാദിക്കേണ്ടത്, നമുക്കിവിടെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സർക്കാർ ഇതുപോലുള്ള ചെറുപ്പക്കാർക്കൊപ്പം നിൽക്കുന്നില്ല? എന്തുകൊണ്ടാണ് ഇവരെ നാശത്തിന്റെ വക്കിലേക്ക് അല്ലെങ്കിൽ ഒരു ആത്മഹത്യയുടെ വക്കിലേക്കും കടക്കണിയുടെ വക്കിലേക്കും ഒക്കെ എത്തിക്കുന്നതാണ് എന്നാണ് ഇവരുടെ ചോദ്യം. ഏതായാലും ഇവിടുത്തെ ആളുകൾ, കുറച്ച് ചെറുപ്പക്കാരും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെ തന്നെ ഉണ്ട്. നമുക്ക് അവരോടൊക്കെ തന്നെ ചോദിക്കാം എന്താണ് ഈ ഒരു ഇവരുടെ ഒരു സംരംഭക യാത്രയ്ക്ക് അവർ കൊടുക്കുന്ന സപ്പോർട്ട് എന്താണെന്ന് ചോദിക്കാം. കടവൂര് തന്നെ വർഷങ്ങളായിട്ട് ഒരു വ്യവസായിക സ്ഥാപനം നടത്തുന്ന ഒരു ചേട്ടനാണ്. ചേട്ടൻ്റെ പേരെന്താ? ഹരിദാസൻ. ചേട്ടാ, ഇവർ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഒരു ക്യാമ്പയിൻ കണ്ട അത്യധികം സങ്കടത്തോടു കൂടിയിട്ടാണ് ഈ ചെറുപ്പക്കാർ ഇത്തരത്തിലൊരു ക്യാമ്പയിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. എന്താണ് ഇവരോട് പറയാനുള്ളത്? എന്താണ് ഇവിടുത്തെ സർക്കാരിനോട് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുന്നത്? സർക്കാരിനോട് പറയാനായിട്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഓൺലൈൻ വ്യാപാരം കൂടി വരികയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്ഥാപനങ്ങളിൽ യാതൊരുവിധമായ കച്ചവടങ്ങളോ ഒന്നും നടക്കുന്നില്ല. എല്ലാം ഓൺലൈൻ വ്യാപാരം എന്ന് പറഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും ഒരു കത്തിരിക്ക വേണമെങ്കിലും ഉടൻ ഒരു പീസ് വേണമെങ്കിലും അത് അവിടെ കൊണ്ടുചെന്ന് വീടുകളിൽ കൊണ്ടുചെന്ന് കൊടുക്കുന്നു. അതിൻ്റെ കാശും ഈടാക്കുന്നു. അതുകൊണ്ട് നമുക്ക് യാതൊരുവിധമായിട്ടുള്ള കച്ചവടങ്ങളോ ഇവിടെ ഒരു പ്രോത്സാഹനങ്ങളോ ഒന്നും നടക്കുന്നില്ല. അങ്ങനെയല്ല, ചെറുപ്പക്കാരോട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംരംഭകരോട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സർക്കാർ ഒരു മാറ്റി നിർത്തൽ കാണിക്കുന്നത്? അതിനെപ്പറ്റി അറിയാൻ വയ്യാലോ. എന്നോടൊപ്പം ഉള്ളത് കടവൂരിലെ ഒരു ഓട്ടോ ഡ്രൈവർ ആയിട്ടുള്ള ശ്യാമാണ്. ശ്യാം നേരത്തെ ഒരു സംരംഭകനായിരുന്നു അല്ലേ? അതെ. എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? ഞാൻ ഗൾഫിൽ നിന്ന് വന്ന് കുറച്ചു നാൾ നിന്ന് അത് കഴിഞ്ഞ് നമ്മുടെ മാവ് പൊടി പാക്കേജ് പരിപാടിയൊക്കെ ചെയ്യാനുണ്ട്. ഉമ്മേലൂരായിരുന്നു അതിൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ചെയ്യാനായിട്ട്. പക്ഷേ അതിനകത്ത് നമുക്ക് ചെയ്യാൻ കുറച്ച് നാൾ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ബുദ്ധിമുട്ടുകളാണ്. കാരണം ഈ സാധനങ്ങൾ ഇറക്കുമതി ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നതിനകത്തും നമുക്ക് കടകളിൽ കൊണ്ട് സെയിൽ ചെയ്യുന്നതിനകത്തൊക്കെ മാർജിൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ പ്രാവശ്യം നോക്കി, അത് നടന്നില്ല. പിന്നെ ഒരു വണ്ടി എടുത്തു, വേറെ ലൈലൻഡിൻ്റെ ദോസ്ത് വണ്ടി, അതെടുത്ത് തമിഴ്നാട്ടിൽ പോയി ഈ തേങ്ങയുടെ ഡിസ്ട്രിബ്യൂഷൻ്റെ പരിപാടി ചെയ്യാൻ നോക്കി. അങ്ങനെ 1.5 ലക്ഷം രൂപ അങ്ങനെ നഷ്ടം വന്നു. ഈ നഷ്ടങ്ങളെല്ലാം എന്താണ് ഈ പറയുന്നത്? നമുക്കിവിടെ സെയിൽ ചെയ്യാനായിട്ടും കച്ചവടങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് സാധാരണ ആളുകളുണ്ടല്ലോ, നമ്മൾ ആ സാധാരണപ്പെട്ട ആളുകളുടെ രീതിയിൽ കൊണ്ടുവന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തു വരാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ കുറേ ഒന്നും തന്നെ ശരിയായി കിട്ടുന്നില്ല. അതൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ മറ്റേ മാവിൻ്റെ പരിപാടി, മാവൊടി, അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഏരിയയിലായിരുന്നു ആദ്യമേ നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചത്. അന്നേരം അതിൻ്റെ ഫുഡിൻ്റെ രീതിയിലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ രാഷ്ട്രീയക്കാർ ആദ്യ സമയത്ത് കുറേ ആളുകളെ കണ്ട് പുറക്കെയൊക്കെ നടന്നൊക്കെ ആദ്യമേ അങ്ങനെ ചെയ്യാൻ വന്നത്. പക്ഷേ അത് നമുക്കത് പ്രായോഗിക ഫലത്തിൽ എത്താൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഗൾഫിൽ നിന്ന് വന്ന് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഇപ്പം എന്താ പറയാനാ, ഇപ്പൊ കല്യാണം കഴിഞ്ഞ് പിന്നെ ഒത്തിരി നാൾ കടത്തിന്റെ പേരിൽ നിന്നായിരുന്നു. അതിനൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമുക്കെല്ലാം ചെയ്യാണ്ട് ഞാൻ ഗൾഫിൽ നിന്നിരുന്നെങ്കിൽ ആ രീതിയിൽ അങ്ങ് പോകാമായിരുന്നു. നാട്ടിൽ വന്ന് നമുക്ക് നാട്ടിൽ നല്ല രീതിയിൽ നിൽക്കാമല്ലോ എന്ന് കരുതി ഇരുന്നത്. പക്ഷെ അതൊന്നും പറ്റുന്നില്ല. ഇപ്പൊ ഈ സുഹൃത്ത് ഇതേനൊക്കെ ചെയ്യുന്നു. എന്ത് ചെയ്യാനാ, പറയാൻ കഴിയില്ല. നമ്മുടെ ചെറിയ തലമുറകളെല്ലാം ഈ രീതിയിൽ പോവാ. നല്ല രീതിയിൽ തുച്ഛമായ ആളുകൾ മാത്രമാണ് ഒന്ന് വെച്ചപിടിക്കുന്നത്. ബാക്കി ഈ യുവാവ്, അത് അജിത്ത് എന്ന് പറയുന്ന യുവാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ അദ്ദേഹം ഇത്രയും ചിരിച്ച് സംസാരിച്ച് നിൽക്കുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഓരോ
ശരിക്കും പറഞ്ഞാൽ ഒരു അഗ്നിപർവ്വതം പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ്. തീർച്ചയായിട്ടും അതൊന്നും ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ആൾക്കാർ നമ്മളൊരു കോമാളിയായിട്ട് എടുക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു ജീവിതത്തിൽ ഈ ഒരു സാഹചര്യത്തിലേക്ക് മാറി എന്നുള്ള കാര്യം ആരും നോക്കുന്നില്ല. ഒരു സംരംഭകന്റെ തകർച്ചയിൽ അവനെ വീണ്ടും വീണ്ടും താഴ്ചയിൽ എത്തിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടായത്. അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകാനും അവരോടൊപ്പം ഒരു വാക്കുകൊണ്ടെങ്കിലും നിൽക്കാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെയാണ് ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യം. എന്നുവെച്ചാൽ കുടുംബം പോലും നമ്മളോടൊപ്പം ഉണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയൊരു ഭയാനകമായ അവസ്ഥ. ക്യാമറമാൻ അൻഷാദ് മാസ്മരിക്കൊപ്പം ബിൽവനിക്സൺ, വിസ്മയ ന്യൂസ്.